ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈസി ആയിട്ട് ഒരു പീക്കോക്ക് കളർ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് ഇതേപോലെ പേപ്പർ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ലൈന് വരുന്നിടത്ത് പീക്കോക്കിൻ്റെ കഴുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് കത്രിക വെച്ചിട്ട് ആ പീക്കോക്കിൻ്റെ കഴുത്ത് വരഞ്ഞില്ലേ, അതൊന്ന് ജസ്റ്റ് ആ വരയിൽ കൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പേപ്പർ ക്രാഫ്റ്റാണ്. ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിവർത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. കളർ പേപ്പർ വെച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും എളുപ്പത്തിലും ചെയ്യാൻ പറ്റിയ ഒരു ക്രാഫ്റ്റാണിത്. ഇനി ഇത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് പീക്കോക്കിൻ്റെ കഴുത്ത് വന്നിട്ട് ഇതേപോലെ രണ്ടെണ്ണം വന്നിട്ടുണ്ടാവും. അതിലൊന്ന് നമ്മൾ മുറിച്ച് കളയുക. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് ഇതേപോലെ ഒരു ഗം ഒട്ടിച്ചിട്ട് ആ ലെയർ വന്നിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് ജസ്റ്റ് കോണ് പോലെ അങ്ങനെ ചേരിച്ചൊന്ന് മുറിച്ച് കൊടുക്കുക. ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല നിവർത്തി വെച്ച് കൊടുക്കുക. ഇനി ഗം വെച്ചിട്ട് അതിൻ്റെ ഈ പേപ്പറിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ ഗം വെച്ചിട്ട് ഞാനിതാ മഞ്ഞ കളർ പേപ്പർ ഇതേ ഷേപ്പിൽ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഞാൻ അതേപോലെ ഒന്ന് വെട്ടിയിട്ടുണ്ട്. അത് ആ നടുക്കിൽ എല്ലാത്തിലും ഇങ്ങനെ വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഞാൻ വയലറ്റ് കളർ പേപ്പർ എടുത്തിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് വെട്ടിയിട്ട് ആ മഞ്ഞ ലീഫിൻ്റെ ഇടയിൽ കൂടെ അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ചുണ്ടിന് വന്നിട്ട് റെഡ് കളർ പേപ്പർ വെട്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. മേലെ തലേൻ്റെ ഭാഗത്തുള്ള ആ പൂവിന് വേണ്ടിയിട്ട് മഞ്ഞ കളർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ പീക്കോക്ക് റെഡി. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കമൻറ്റും കൂടി ഒന്ന് ചെയ്തേക്കണേ. താങ്ക് യു.